ഹലോ മൈ ഡിയർ ഗൈസ്, എല്ലാവർക്കും റമദാൻ കരീം ആശംസ പറഞ്ഞിട്ട് തുടങ്ങുന്നു. നമ്മൾ ഡെയിലി ഇനി ഇങ്ങനത്തെ വ്ളോഗ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി നടക്കുമല്ലേന്നൊന്നും അറിയില്ല. പടച്ചോൻ്റെ അനുഗ്രഹം ഉണ്ടെന്നുണ്ട്. ഏതായാലും നമ്മൾ പുലർച്ചെ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നീച്ചുകൊണ്ട് എന്നിട്ട് നേരെ പോയി ബ്രഷും കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ എന്താ പെരിയിലുള്ള ഫുഡ് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയി. നമ്മൾ ഉമ്മയാണെങ്കിൽ നമുക്ക് അവിടെ കോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പുറത്താണെങ്കിൽ മുരിങ്ങാക്കൂട്ടാനും വേവുണ്ട്. ഈ മുരിങ്ങാക്കൂട്ടാനിലൊരു ചൊല്ലുണ്ടല്ലേ, പണ്ട് എന്നോട് ആരും ഇപ്പോൾ പറഞ്ഞാട്ടോ, പണ്ട് പള്ളിക്കുന്ന നോമ്പാണ് വിളിച്ചറിയുമ്പോഴത്തേന് ഇവിടെ മുരിങ്ങ വെട്ടി വെച്ചിട്ടുണ്ടാവത്തില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞേ കേട്ടുക്കണു. എനിക്ക് കറക്റ്റായിട്ട് നമ്മൾ അതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോൾ പെങ്ങളെ കുട്ടി നീച്ചു വന്നിക്കണു. നോമ്പ് നോക്കണം എന്നൊക്കെ പറയുന്നത്. നോമ്പ് നോറ്റാൽ മതി. ഏതായാലും ഞങ്ങൾ അവിടുന്ന് നേരെ ടേബിളുമ്പോൾ കൊണ്ടുവച്ചിട്ട് അവിടുന്ന് മുരിങ്ങക്കറിയും ചോറും മീനും ഒക്കെ കട കൂട്ടി കഴിച്ച് നമ്മളവിടെ നേരെ പോയി നിസ്കരിക്കാൻ. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് നമ്മൾ നേരെ നിസ്കരിക്കാനായിട്ട് പോയി. നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരമായിട്ട് കടന്നു. നീച്ചിട്ട് നേരെ പെങ്ങളെ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോയിക്കണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പെങ്ങളെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടേക്ക് വന്നിട്ട് കടന്നു. എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓല എടുത്തിട്ട് നേരെ പെരീക്ക് തന്നെ വന്നു. അപ്പോഴാണ് പെങ്ങൾ വരുന്ന ഉള്ളി അരി. പെങ്ങൾ ഉള്ളി അരി ഉമ്മയാണെങ്കിൽ കുറഞ്ഞ് പത്തിരിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമൂസക്കുള്ള കലാപരിപാടികളാണ്. ഉള്ളിയും കാര്യങ്ങളൊക്കെ വാട്ടിയെടുത്തത്. ഇതിന്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറയും, നമ്മളൊരു അടുത്ത വ്ളോഗ് ആക്കിയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും, സായിപ്ടോണി പെങ്ങളെ റെസിപ്പിന്ന് കമന്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് ഇട്ട് റെസിപ്പിന്ന് കമന്റ് ചെയ്താലും മതി. നമ്മൾ വേറെ തന്നെ വ്ളോഗ് ആയിട്ടാണ് ഇടുക. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി. ഞങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു ഉമ്മ പത്തിരിയുടെ മാവ് പരത്താനെന്നല്ലേ, അപ്പൊ പിന്നെ പത്തിരിയുടെ കുഴച്ചു കൊടുക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ തകൃതിയായിട്ട് ഇറങ്ങി തിരിച്ചു. പത്തിരിക്ക് മാവ് കുഴക്കാൻ വന്ന സായിപ്ടോണിയുടെ കജ്മത്തെ വാച്ചൊക്കെ കണ്ടു. അതിന് മരന്ന് കുറച്ച് ചീത്ത കേട്ടുകൊണ്ട് അത് വേറെ വിഷയം. ഇതൊന്നല്ല, പൊറാട്ട മാവ് പരത്തിന് മാറ്റിയും പത്തിരി പരത്തിന് ഇതൊക്കെ കണ്ടിരുന്ന് ചെറിച്ചാല സംഭവങ്ങളുണ്ട്. പത്തിരിയുടെ മാവ് ഇങ്ങനെയൊന്നല്ല ഞാൻ കുഴച്ചിന്, എടുത്തൊക്കെ എടുത്ത അലക്കേനു. നമ്മൾ പൊറാട്ട അടിച്ചൂല അതേമാതിരി ഞാൻ പത്തിരിയുടെ മാവ് എടുത്ത് കുഴച്ചിന്. പിന്നെ വേറെ ഒന്നുണ്ട്, പത്തിരിന്ന് മുടിയിട്ട് കഴിഞ്ഞാൽ പാപ്പാനായിരുന്നു വാണ്ടോളം കിട്ടും. അതുകൊണ്ട് പിന്നെ പത്തിരിന്ന് മുടി കിട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പൊട്ടൻ്റെ കയ്യിൽ താക്കോല് കിട്ടിയ മാതിരി പത്തിരിയുടെ മാവിൻ്റെ കൈ കിട്ടിയപ്പോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി പത്തിരിയുടെ കുഴച്ചു എന്തായാലും ലാസ്റ്റ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സമൂസയിലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ. അപ്പോൾ അതിങ്ങനെ പിച്ചിടുകയാണ് താത്ത. ഞാനത് നോക്കിയിരുന്ന് വീഡിയോ എടുക്കുക. വേറെ ഒരു വലിയ പണിയൊന്നുമില്ല. നമുക്ക് കണ്ടന്റ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. ഇത് പിന്നെ ഇതൊക്കെ ആദ്യം നമ്മൾ ചെയ്യുന്നതൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ എൻ്റെ പെങ്ങന്മാരടിയിൽ വരും ഇതൊക്കെ ചെന്നാൽ ചെയ്തീനു. ഇതൊക്കെ ഉരുളങ്ങ പീങ്ങിയതും സംഭവങ്ങളൊക്കെയാണ്. ഇത് കുടച്ചിട്ടാണ് ഇനി നമുക്ക് സമൂസക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ കൂട്ടുക. അതൊക്കെ മാറി കൂട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, സമൂസ മടക്കണമല്ലോ. ആദ്യം ഓവർ കോൺഫിഡൻസ് കാരണം ആദ്യം ഒന്നായിട്ടാണ് നിറച്ചാൻ തുടങ്ങി. പിന്നെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായി കുറച്ച് നിറച്ചാൽ മതി എന്നല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാനും കരുതുന്നു. സമൂസ ഒക്കെ മടക്കി കഴിഞ്ഞിട്ട് അപ്പോഴാണ് നമ്മളെ പെങ്ങളെ കുട്ടി അവിടെ ഇരുന്ന് അപ്പം നിന്നാണ് ഇവള് നോമ്പുകളിലെത്തി എല്ലാവരും ഇവളെ കണ്ടോട്ടോ, ശ്രദ്ധിച്ചു വെച്ചോ. നമ്മളെ കുട്ടി വീഡിയോ എടുക്കണ കണ്ടിട്ട് മടിയായിട്ട് തിരിഞ്ഞേ നോക്കുന്നു. പാവം കുട്ടി. അങ്ങനെ പാവം കൊടുക്കാനുള്ള സമയമുണ്ട്. ത്വരയിലുള്ള എല്ലാ സാധനങ്ങളും കൊടുന്ന് മേശം വെച്ചാണ്. അപ്പം അതിനോള് എടുത്ത് നോക്കണു. ഇപ്പോഴും നോമ്പും കള്ളത്തി ചെറിയ കുട്ടിയല്ലേ. കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നോമ്പ് ഇറക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പോയി ഭക്ഷണം കഴിച്ച് നമ്മൾ നേരെ പള്ളി പോയി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തറാവയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പെരേക്ക് തന്നെ വന്നു. പെരയിൽ വന്നിട്ട് പത്തിരിയും കൊയ്ച്ചാറും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയി കടന്നാണ്ട് തുടങ്ങി. ഫോർ ടുഡേ സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ.